ഉമ്മനാണ്. ജനങ്ങളോടുള്ള തന്റെ സ്നേഹവും കരുണയും നെഞ്ചിലേറ്റിക്കൊണ്ട് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കൂടിയായ ഡോക്ടർ മറിയ ഉമ്മനെ പേൾ ജൂബിലി ലോഗോ പ്രകാശനത്തിനും മുഖ്യ സന്ദേശത്തിനുമായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ ബർണബാസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, കുഞ്ഞുങ്ങളെ, സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഉള്ളന്നൂർ ഈ പള്ളിയുടെ OCYM-ൻ്റെ പേൾ ജൂബിലി സെലിബ്രേഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. തിരുമേനി പേളിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ ജൂബിലി എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജൂബിലി സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് ആഘോഷങ്ങളാണ്. ബൈബിളിലും ഒരുപാട് ആഘോഷങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ 30 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ 30 എന്ന് പറഞ്ഞ നമ്പറിന് ബൈബിളിലും കുറച്ച് പ്രത്യേകതകളുണ്ട്. ലൂക്കായുടെ സുവിശേഷം 3:23 കർത്താവ് തൻ്റെ പരസ്യമായ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാം വയസ്സിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യയുടെ പുസ്തകം 4:3 ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ചത് 30-ാം വയസ്സിലാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും ജോസഫ് ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന പ്രായവും 30 അങ്ങനെ നാം നോക്കുമ്പോൾ 30-ന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഒരു പക്വത, നമുക്കൊരു സ്ഥിരത, നമ്മളെ ദൈവവിളിയുടെ ആരംഭം നമ്മളിവിടെ കണ്ടു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാം വയസ്സിലാണ്. നമ്മുടെ ദൈവവിളിയുടെ ആരംഭം തുടങ്ങുന്നത് 30-ലാണ്. തിരുമേനി പറഞ്ഞു 30 തൊട്ട് 45 വരെയാകാം ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രൊഡക്റ്റീവായി ഏറ്റവും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന, ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടം. അതുതന്നെയാണ് ബൈബിളിലും നാം ഇപ്പോൾ കണ്ടതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധമായ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതിൽ നിന്നാണ് മനുഷ്യരാശി രക്ഷ നേടുന്നത്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പർ 30. നമ്മുടെ ദൈവവിളിയുടെ ആരംഭമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. പേള് എന്ന് പറയുമ്പോൾ മുത്ത്, നമുക്ക് ഏറ്റവും വിലയേറിയ, നമുക്ക് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് മുത്ത്. ആ മുത്ത് അങ്ങനെ അത് തെളിഞ്ഞു വരാനായിട്ട് ഒരുപാട് സഹനത്തിലൂടെ കടന്നുപോയി. സഹനത്തിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് മുത്ത് ഏറ്റവും വിലയേറിയതായി മാറുന്നത്. അതിൻ്റെ കോസ്റ്റ്ലി ആകുന്നത്, അതിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നത്. ഈ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെല്ലാം നാം തരണം ചെയ്ത് വരുമ്പോഴാണ് ഈ മുത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത്, വില വർദ്ധിക്കുന്നത്. നമുക്ക് കണ്ടിട്ടുണ്ട് അതിൻ്റെ ആ മാറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പേളിൻ്റെ വില കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തിരുമേനി പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പേള് എത്ര വിലയേറിയതാണെങ്കിലും അതിനൊരു സ്വർണത്തിൻ്റെ കവറിങ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും അതിമനോഹരമായി തീരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ 30 തൊട്ട് 45 വർഷക്കാരോടൊപ്പം നമ്മൾ അതിനോടൊപ്പം 50 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നവരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഏറ്റവും മനോഹരമായി മാറും. അവർ ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പള്ളി എന്നല്ല, ഒരു കുടുംബം എന്നല്ല, ഒരു സമൂഹം തന്നെ വളരെ നന്നായിട്ട് മുമ്പോട്ട് ഏറ്റവും നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നാം ഒരുപാട് ഈ പറഞ്ഞ പോലെ ആനിവേഴ്സറീസ്, വെഡ്ഡിങ് ആനിവേഴ്സറി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ആനുവൽ ഡേയ്സ്, ഒരുപാട് ആനിവേഴ്സറീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതെന്താ, നമ്മൾ ആഘോഷമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ആ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളെ തരണം ചെയ്താണ് നാം മുമ്പോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പം നേരത്തെ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു, ബൈബിളിലും കുറേ ചെറുപ്പക്കാരെ പറ്റി പറയുന്നുണ്ട്, അവരുടെ ചെറുപ്പകാലത്തെ പറ്റി പറയുന്നുണ്ട്. ദാവീദ് ചെറുപ്പക്കാരനായിരുന്നു ഏറ്റവും. പക്ഷേ ഗോലിയാത്തിൻ്റെ മുമ്പിൽ, അത്രയും വലിയ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് തൻ്റെ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി. പിന്നെ നാം കാണുന്നത് ദാനിയേലിനെ കാണാം, സിംഹത്തിൻ്റെ ഗുഹയിൽ ചെന്ന് പെട്ടെങ്കിലും ആ വിശ്വാസത്തിലാണ്, ആ ധൈര്യത്തിലാണ് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എസ്തേർ രാജ്ഞി സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ ചതിക്കാൻ ജനതയെ മുമ്പോട്ട് നയിച്ചതാണ് എസ്തേർ രാജ്ഞി. ഇവരെല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. നമ്മുടെ സുഖങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് ജനങ്ങളോട് സേവനം ചെയ്യാൻ സാധിക്കണം. അതുപോലെ മാതാവായിരിക്കാം ബൈബിളിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇത്രയും വലിയ പരിഹാസം നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും
അതിൽ നിന്നൊന്നും പതരാതെ ദൈവശക്തിയിൽ മുമ്പോട്ട് പോയി മാതാവിൻ്റെ ഒരു ആ സഹനമായിരിക്കാം എന്ന് മനുഷ്യരാശിയെ രക്ഷ തന്നത്, നമുക്ക് ക്രിസ്തുവിനെ തന്നത് മാതാവിൻ്റെ സഹനമാണ്. അപ്പം പറഞ്ഞു വന്നത് ഈ ചെറുപ്പത്തിലെ ഈ സഹനമെല്ലാം നമുക്ക് സഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ മുത്തിൻ്റെ വില കൂടുന്നത് പോലെ, അതിൻ്റെ മാറ്റ് കൂടുന്നത് പോലെ നമ്മൾ ആ സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു വിലയേറിയ കൂടുതൽ നല്ലൊരു പ്രോഡക്റ്റ് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ നമ്മൾ OCYയത്തിൻ്റെ ഈ 30th ഇയർ പേൾ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നാം ഈ യൂത്തിനെ കാണുമ്പം ഇതിൽ നിന്നൊക്കെ ബൈബിളിൽ നിന്ന് കാണിച്ച എന്താ, ദൈവവിളിയുടെ ഒരു പ്രാരംഭം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ദൈവിക സമർപ്പണം ഇതൊക്കെയായിരിക്കണം ആ ജൂബിലിയിൽ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ദൈവിക സമർപ്പണമായിരിക്കാം അത് കൂടുതൽ നമുക്ക് നന്നായിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. യൗവനത്തിൽ തൻ്റെ ദൈവത്തെ ഓർത്തുകൊള്ളുക എന്നാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യൗവനത്തിൽ നമ്മുടെ ദൈവത്തെ ഓർത്തുകൊണ്ട് ഈ 30ാം വാർഷികം അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരുപാട് സഹനം സഹിച്ചാണ് ഇവിടെ എത്തിയത്. നമുക്ക് തന്നെ ഈ 30ൻ്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. നാം എന്തൊക്കെ ചെയ്തു. നാം ടോർച്ച് കണ്ടിട്ടുണ്ട്. ടോർച്ച് എപ്പോഴും നമ്മൾ ഇങ്ങനെ ടോർച്ച് അടിച്ച് മറ്റുള്ളവരെ നോക്കാനാണ് ശ്രമിക്കുന്നത്. ടോർച്ച് അടിച്ച് നമുക്ക് മറ്റുള്ളവരെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ടോർച്ചിനെ നമുക്ക് ഈ 30ാം വർഷത്തിൽ നമുക്ക് നമ്മുടെ മുഖത്തോടെ തന്നെ ഒന്ന് അടിച്ചു നോക്കാൻ സാധിക്കണം. നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കണം. നാം എന്തൊക്കെയാണ് നാം ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ സാധിക്കും, ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കും, കാരുണ്യത്തിൻ്റെ മുഖം നമുക്ക് എങ്ങനെ സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും. അതിൽ എനിക്ക് തിരുമേനിയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. തിരുമേനിയുടെ ട്രസ്റ്റ് ഉണ്ട്, കാരുണ്യസ്പർശം. യഥാർത്ഥമായി കാരുണ്യസ്പർശം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്തം വന്നപ്പോഴാണ്, അവിടെ വെച്ചാണ് തിരുമേനി ആ ദുരന്തത്തിൻ്റെ നടുവിൽ തന്നെ ഇറങ്ങി നിന്ന് ഒരുപാട് പേരെ സഹായിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് തിരുമേനി ഒരു എക്സാമ്പിൾ കാണിച്ചു. ഇത് കണ്ട് നമുക്ക് യൂത്തുകാർക്കും ഇതുപോലെ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളെ തന്നെ ഈ 30 വർഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കരുണയുടെ മുഖം, മറ്റൊരാളെ സഹായിക്കാനുള്ളൊരു മുഖം സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുമോ? എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അത് വളരെയേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു വാർത്ത കണ്ട് അത് ഇതുവരെയും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്ന. ഒരു പിതാവ് സ്വന്തം മകനെ കൊന്നു എന്നുള്ളൊരു വാർത്ത ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചു. അത് എങ്ങനെ സാധിക്കും? അത്രയും ക്രൂരതയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഈ ക്രൂരതയ്ക്ക് പകരം നമുക്ക് കാരുണ്യം നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? അതിന് പള്ളിക്കും യുവജന പ്രസ്ഥാനത്തിനുമൊക്കെ വളരെയേറെ റോൾ ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഈ ഓരോ പരിപാടികൾ, ഇന്ന് തന്നെ ഇത്രയും കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും പേരെയൊക്കെ കാണാൻ കിട്ടുമോ എന്നറിയത്തില്ല. പക്ഷേ എന്നാലും ഇത്രയും കുഞ്ഞുങ്ങളുള്ളത് തന്നെ വളരെ നല്ലതാണ്. ഇവർക്ക് നമുക്ക് എന്ത് പകർന്നു കൊടുക്കാൻ സാധിക്കും? എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ഇന്നിവിടെ വന്ന് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയ ഒരുപാട് എക്സ്പോഷർ, പള്ളിയിൽ നിന്ന് അന്ന് യുവജന പ്രസ്ഥാനമില്ല, MGOCSത്തിൽ കൂടെയാണ് വന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറൊക്കെ ഭയങ്കര എക്സ്പോഷർ നമ്മുടെ യങ് ഏജിൽ. അത് നമ്മളെ ആ യങ് ഏജിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വാർത്തെടുക്കുകയായിരിക്കും, നമ്മൾ മെൻറ്റർ ചെയ്യുകയായിരിക്കും. ഒരുപാട് വലിയ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും നമ്മൾക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്താണ് നാം ഈ ഒരുപാട് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഘോഷങ്ങൾ ചെയ്യുന്നു. പേൾ ജൂബിലി, സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, ഇതൊക്കെ നാം ആഘോഷിക്കുന്നു. പക്ഷേ ഇത് ജസ്റ്റ് ആഘോഷമായി തീർന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഒരു കാര്യമില്ല. പക്ഷേ അതിന് പകരം നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലും നന്മ ഇത് കൊണ്ട് കൊടുക്കാൻ സാധിക്കുമോ? അതൊരു ചെറിയൊരു ഇവൻ്റായിട്ട് മാറാതെ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ കാര്യമായിട്ട് ചെയ്യാം, അത് നല്ലത് തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ അടുത്ത തലമുറയെ നമുക്ക് എങ്ങനെ ആ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് പറയാം, എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മാതാപിതാക്കളെ കണ്ട്, എസ്പെഷ്യലി എൻ്റെ പിതാവിനെ കണ്ട്, ഒരിക്കലും പറഞ്ഞതല്ല, കണ്ടു പഠിച്ചതാണ്. അതുപോലെ പള്ളിയിൽ നിന്നുള്ള ഈ ആക്ടിവിറ്റി
ആക്ടിവിറ്റീസ്, അതിൻ്റെ ഭാഗമായി നിന്നൊരിക്കലും ആരും തിയറി വന്ന് പറഞ്ഞ് ഇത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കൂടെ നിന്ന് നമ്മളത് കൂടെ അതിനോടൊപ്പം നടന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ യുവജന പ്രസ്ഥാനത്തിന് വളരെയേറെ റോളുകളുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിൽ, അടുത്ത സമൂഹത്തെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ റോളുണ്ട്. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ആത്മീക സംഘടനകളുടെ വാർഷികമാണ്. ഈ യുവജന പ്രസ്ഥാനക്കാരോടൊപ്പം ആത്മീക സംഘടന, എല്ലാ ആത്മീക സംഘടനയും അതിൻ്റേതായ റോൾ ചെയ്യുന്നു. നമുക്ക് ഈ ആത്മീക സംഘടനകൾ വഴി ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. ഇതിലില്ലാത്തവരെ നമുക്കിതിലേക്ക് അട്രാക്ട് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ആത്മീക സംഘടനയുടെ വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. വളരെയേറെ മീനിങ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ മീനിങ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളത്. നാം പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് പേര് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ നാം ജീവിക്കുന്ന ബൈബിളിൻ്റെ അടിസ്ഥാനമാണ്. ബൈബിളാണ് നമുക്ക് അടിസ്ഥാനം. പക്ഷേ അത് ബൈബിൾ വായിച്ചത് കൊണ്ട് ആ കാര്യമില്ല, നാം കുർബാന കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ നമ്മൾ പഠിച്ച ആ ബൈബിളിൻ്റെ യഥാർത്ഥ അർത്ഥം, കർത്താവ് എപ്പോഴും കഷ്ടപ്പെടുന്നവൻ്റെ കൂടെയും രോഗിയുടെ കൂടെയും വിധവയുടെയും കൂടെ നിന്ന കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവ് പറഞ്ഞ അതേ പാതയിലൂടെ നമ്മൾ ഈ ബൈബിളിൽ പഠിച്ച കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങൾ, കർത്താവിൻ്റെ ഓരോ പഠിപ്പീരുകൾ, ഇതെല്ലാം നമുക്ക് എങ്ങനെ സമൂഹ നന്മയ്ക്ക് കൊടുക്കാൻ സാധിക്കും. പ്രസംഗിച്ചത് കൊണ്ടാകുന്നില്ല, അത് ഗ്രഹിച്ചത് കൊണ്ടാകുന്നില്ല, നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതായിരിക്കണം ഓരോ പള്ളിയിലുള്ള ഓരോ വ്യക്തിയുടെയും യുവജന പ്രസ്ഥാനക്കാരൻ്റെയും ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കുടുംബം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്. അതുപോലെ യുവജന പ്രസ്ഥാനത്തിൽ 2 പേര് മതി. അവർ വിചാരിച്ചാൽ ഒരു പള്ളിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ആ ഒരു പള്ളി കൊണ്ട് ഒരു വലിയൊരു സമൂഹത്തിലേക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതിന് ഓരോ വ്യക്തിക്കും, ഓരോ യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾക്കും, പള്ളിയിലുള്ള ഓരോരുത്തർക്കും, ഓരോ കുടുംബത്തിലും, അമ്മമാർക്ക്, ഏത് പ്രായത്തിലുള്ള അമ്മമാർക്കും ഏത് കുടുംബത്തിനെയും നയിക്കാൻ ഒരു വീടിൻ്റെ നെടുന്തൂൺ അമ്മയാണ്. അമ്മയുടെ കയ്യിലാണ് ഒരു കുടുംബം ഇരിക്കുന്നത്. എനിക്ക് പ്രായമായെന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള, ഒരുപാടൊന്നും ചെയ്യേണ്ട, നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള 4 പേരെ അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹം ഉണ്ടാകുന്നത്. ക്രൂരതയില്ലാത്ത ഒരു ലോകത്തിലേക്ക്, നമുക്ക് കരുണയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഓരോ അമ്മയും വിചാരിച്ചാൽ സാധിക്കും. തൻ്റെ മക്കളിലൂടെ അത് സാധിക്കും. കരുണയുള്ള, മറ്റൊരാളുടെ ദുഃഖം കാണുമ്പം അതോടൊപ്പം കരയാൻ ഒരുങ്ങുന്ന ഒരു മനസ്സ്, അത് കാണുമ്പോൾ സന്തോഷിക്കില്ല. അവനെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാൻ ഓരോ അമ്മയ്ക്കും സാധിക്കും, ഓരോ യുവജന പ്രസ്ഥാനക്കാരനും സാധിക്കും, ഓരോ വ്യക്തിക്കും സാധിക്കും. അതെവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന്